ഇന്ന് തിരുവോണം. വീട്ടുമുറ്റങ്ങൾ പൂക്കളങ്ങൾ കൊണ്ട് നിറയുമ്പോൾ ഓരോ മലയാളിയുടെ മനസ്സിലും പൂവിളികൾ നിറയുന്നു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു പൊന്നോണ പുലരി കൂടി വന്നിരിക്കുന്നു. ഗൃഹാതുര സ്മരണകൾ ഉയർത്തി മലയാളികൾക്കിന്ന് തിരുവോണം. നീണ്ട 10 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം തുമ്പയും തുളസിയും മുക്കുറ്റിയും മാവേലി മന്നനെ വരവേൽക്കുന്നതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. പൂക്കളമൊരുക്കിയും ഊഞ്ഞാലിട്ടും സദ്യ ഒരുക്കിയും കേരളക്കര ഓണത്തെ വരവേൽക്കുന്നു. ഉത്രാട നാളിലെ ഒരുക്കങ്ങൾ പൂർണ്ണതയിലെത്തുന്നു തിരുവോണ പുലരിയിൽ. മനുഷ്യരെല്ലാം ഒന്നുപോലെ ആയിരുന്ന കാലത്തെ ചക്രവർത്തിയായിരുന്നു മഹാബലി. ജനങ്ങളെ ഒരുപോലെ സ്നേഹിച്ച മഹാബലി തമ്പുരാന്റെ ഭരണകാലത്തിന്റെ ഓർമ്മയാണ് ഓണക്കാലം. ഒരുമയുടെയും ഒത്തുചേരലിന്റെയും ആഘോഷം കൂടിയാണ് ഓണം. ജാതി മത ഭേദമന്യേ പ്രായപരിധികളില്ലാതെ എല്ലാ മനുഷ്യരും മാവേലിയെ ഒരുപോലെ വരവേൽക്കുന്നു. ഓണക്കോടിയും ഓണസദ്യയും ഓണക്കളികളും എന്നിങ്ങനെ നീളുന്നു ഓണത്തിൻ്റെ കാര്യപരിപാടികൾ. എന്നാൽ ഓണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം സദ്യയിലെ വിഭവങ്ങളുടെ രുചിയിലും പൂക്കളത്തിൻ്റെ വർണ്ണപ്പകിട്ടിലും മാത്രം ഒതുങ്ങുന്നില്ല. ഒരുമിച്ചുണ്ടും കളിച്ചും ചിരിച്ചും പരസ്പരം കൈകോർത്തും സഹജീവികളെ ചേർത്ത് നിർത്തുന്നതുമാണ് ഓണത്തിൻ്റെ ആത്മാവ്. ഈ തിരുവോണ നാളിൽ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശങ്ങൾ എങ്ങും പരക്കട്ടെ. പൂവിളികൾ ഐക്യത്തിൻ്റെ സന്ദേശമാവട്ടെ. കാലം എത്ര മാറിയാലും മാറ്റു കുറയാതെ മലയാളികളുടെ മനസ്സുകൾ എന്നും ഓണത്തിൻ്റെ പെരുമ നിലകൊള്ളട്ടെ. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ചിങ്ങപ്പുലരിയിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.